ആഹ്ലാദ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. ബി.ജെ.പി. കായംകുളം മണ്ഡലം കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ വിജയാഘോഷത്തിന്റെ ഭാഗമായാണ് ആഹ്ലാദ പ്രകടനവും പൊതുസമ്മേളനവും നടത്തിയത്. ബി.ജെ.പി. കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആഹ്ലാദ പ്രകടനവും പൊതുസമ്മേളനവും നടത്തിയത്. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ വിജയത്തിൽ പങ്കുചേർന്നുകൊണ്ടായിരുന്നു ആഹ്ലാദ പ്രകടനം. മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദിന്റെ നേതൃത്വത്തിലായിരുന്നു ആഹ്ലാദ പ്രകടനം നടത്തിയത്. രാജ്യത്താകമാനം ബി.ജെ.പിയും അതിന്റെ അനുഭാവികളും വളരെ ഏറെ സന്തോഷകരമായ ആഹ്ലാദ പ്രകടനത്തിലാണ്. കഴിഞ്ഞ 27 വർഷക്കാലം കോൺഗ്രസും ആദ്മി പാർട്ടിയും ദില്ലി നിയമസഭ ഭരിച്ച് കുട്ടിച്ചോറാക്കി അഴിമതി മുങ്ങിക്കുളിച്ച ഇവരെ ബി.ജെ.പിയുടെ നരേന്ദ്രമോദിയുടെ മോദി ഗ്യാരണ്ടിയിൽ ബി.ജെ.പി അധികാരത്തിലെത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, കഴിഞ്ഞ 10 വർഷക്കാലം കോൺഗ്രസ് ഭരിക്കുകയും 15 വർഷക്കാലം ആദ്മി പാർട്ടി ഭരിക്കുകയും ചെയ്ത സ്ഥലത്ത് കോൺഗ്രസിനെ വട്ടപൂജ്യമാക്കുവാനും ദേശീയ കൺവീനറായ ആദ്മി പാർട്ടിയുടെ 15 വർഷത്തെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ പുറത്താക്കുവാനും സാധിച്ചത് ബി.ജെ.പിയുടെയും മോദി സർക്കാരിന്റെയും ഒരു ഭരണ നേട്ടമാണ്. ആഹ്ലാദ പ്രകടനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുൻ മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് ആഹ്ലാദ പ്രകടനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. കഴിഞ്ഞ 27 വർഷക്കാലമായി രാജ്യത്തിന്റെ തലസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ്. ചൂലാണ് ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നം. രാജ്യത്തെ അഴിമതി തുടച്ചു നീക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ആം ആദ്മി പാർട്ടി, ആ ആം ആദ്മി പാർട്ടി 5 വർഷം കഴിഞ്ഞപ്പോൾ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി നടത്തുന്ന സംസ്ഥാന ഭരണകൂടമായി കേജ്രിവാളിന്റെ ഭരണകൂടം തലസ്ഥാന നഗരിയിലേക്ക് മാറ്റപ്പെട്ടു. നമ്മൾക്കറിയാം, കായംകുളത്തും ഈ കേരളത്തിലും ബ്രൂവറിയുടെ ഏജന്റുമാർ ഈ കായംകുളത്ത് വരെയുണ്ട്. കവിത എന്ന് പറയുന്ന മദ്യറാണി, ആ മദ്യറാണിയാണ് ഈ ഡൽഹിയിലെ മദ്യനയം തിരുത്തെഴുതിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേജ്രിവാൾ സർക്കാർ നടപ്പിലാക്കിയത്. ആ കവിതയുടെ നേതൃത്വത്തിലാണ് ഈ കേരളത്തില് കായംകുളംകാരൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തില് കോൺഗ്രസുകാരന്റെയും മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ നേതാക്കന്മാരെ ചർച്ച നടത്തി ബ്രൂവറി നടത്തിയ അഴിമതി, ഈ മദ്യ അഴിമതിക്ക് ഡൽഹിയിൽ നടന്നതുപോലെ തന്നെ കേരളത്തിലും അഴിമതി ആവർത്തിക്കാനുള്ള തെളിവുകളാണ് നമുക്കും രാഷ്ട്രീയ നേതൃത്വത്തിന്, കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് കിട്ടിയിരിക്കുന്നത്. മണ്ഡലം ഭാരവാഹികളായ ആർ രാജേഷ്, എസ് ദേവരാജൻ, സുനിത രാജ്, കൊച്ചുമുറി രമേശ്, ബിജു അമ്പക്കാട്ട്, വിപിൻ രാജ്, പ്രദീപ് കണ്ടല്ലൂർ, സുരേഷ് ആക്കനാട്ട്, എൽ ജയകുമാർ, പനക്കൽ ശ്രീകുമാർ, സുവർണകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം.